So guys, all of you welcome. നമ്മൾ ഈ വീഡിയോയിൽ 24ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഫ്രം 0 to n. എൻ സി കെ ഹോൾ സ്ക്വയറിന് എൻ സി കെ ഇൻറ്റു എൻ സി കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ എഴുതാം. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് എൻ സി കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ. അതെന്താണെന്ന് അറിയണമെങ്കിൽ എൻ സി കെനെ നമ്മൾ എൻ പ്ലസ് വൺ സി കെ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ സി കെ എടുത്ത് നോക്കണം. അത് എൻ പ്ലസ് വൺ ബൈ കെ പ്ലസ് വൺ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എൻ സി കെ അങ്ങോട്ടേക്ക് എടുത്താൽ എൻ സി കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് വൺ സി കെ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ ആണെന്ന് മനസ്സിലാവും. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഈ കെ പ്ലസ് വൺ ഒരു വേരിയബിൾ ആണ്. ഈ സമ്മേഷൻ എടുക്കുമ്പോൾ ഓരോ ടേമിലും ഡിഫറൻറ്റ് ആയിരിക്കും. പക്ഷേ എൻ പ്ലസ് വൺ കോൺസ്റ്റന്റ് ആണ്. എൻ ഇവിടെ അപ്പർ ലിമിറ്റിലുള്ള വാല്യൂ ആണ്, അത് കോൺസ്റ്റന്റ് ആണല്ലോ. യെസ്, സോ ദിസ് ഈസ് സിഗ്മ കെ ഫ്രം 0 to n എൻ സി കെ. ഒരു 1 by n plus 1 പുറത്തേക്ക് വെക്കാം. ദിസ് ഇസ് n plus 1 c k plus 1. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ ദിസ് ഇസ് ഈക്വൽ ടു 1 by n plus 1 സിഗ്മ കെ ഫ്രം 0 to n n plus 1 c k plus 1 അങ്ങനെ തന്നെ നിന്നോട്ടെ ഇൻറ്റു എൻ സി കെക്ക് പകരം എൻ സി എൻ മൈനസ് കെ എന്ന് മാറ്റി എഴുതാം. എന്നിട്ട് ഈ സമ്മേഷൻ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. കെ ഇവിടെ വരുന്നില്ലല്ലോ, കെ മൈനസ് കെയും കൂടെ ക്യാൻസൽ ആയി. ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പർ സബ്സ്ക്രിപ്റ്റ് ലോവർ സബ്സ്ക്രിപ്റ്റ് വേറെ വേറെ ആഡ് ചെയ്താൽ മതി, റിസൾട്ട് ഉണ്ട്. സോ ദിസ് ഇസ് 2n plus 1 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 plus n മൈനസ് കെ ഈസ് n plus 1. സോറി, ഡിവൈഡ് ബൈ അല്ല, 2n plus 1 c യെസ് n plus 1 all divided by n plus 1. ഇതാണ് നമ്മുടെ എന്ത് ആൽഫ. ഇതുപോലെ നമുക്ക് ബീറ്റ കണ്ടുപിടിക്കണം. ബീറ്റ ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഫ്രം 0 to n minus 1 n c k divided by n c k into yes n c k plus 1 divided by k plus 2. അതെന്താ നമുക്ക് നോക്കാം. സോ n plus 1 c k plus 2 divided by n c k plus 1 is equal to n plus 1 divided by k plus 2. So n c k plus 1 divided by k plus 2 is equal to n plus 1 c k plus 2 divided by n plus 1 ആണ്. Yes. So this is 1 by n plus 1 n c k into n plus 1 c k plus 1. ഇത് നേരത്തെ ചെയ്ത പോലെ n c k minus 1 ആക്കാം. So 1 by n plus 1 sigma k from 0 to n minus 1 n plus 1 c k plus 1 into n c k minus 1. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 2n plus 1 c, so this is n minus k. Yes, this is 1 by n plus 2. 1 by n plus 2, 2n plus 1 c, n plus 1. ഇത് രണ്ടും സെയിം ആണ്. സോ ആൽഫ ബൈ ബീറ്റ ഈസ് ഈക്വൽ ടു n plus 2 ഡിവൈഡഡ് ബൈ n plus 1 എന്ന് വരും. ദാറ്റ് ഈസ് ഗിവൺ ടു ബി ഈക്വൽ ടു വാട്ട് ഈസ് ആൽഫ ബൈ ബീറ്റ 6 by 5. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൽഫ n ഈക്വൽ ടു 4 എന്നതിന് ഈസി ആയിട്ട് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5n plus 10 is equal to 6n plus 6. 5n അങ്ങോട്ടേക്ക് എടുത്താൽ n equal to 4. You already got it. എന്തായിരുന്നു ചോദ്യം? Then n is equal to very directly 4 എന്ന് ഇവിടെ നിന്ന് കിട്ടും. കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ എൻ സി കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വണ്ണിൻ്റെയും അതുപോലെ എൻ സി കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 2 ഫോർമുല എന്നിൻ്റെ ടേമിൽ ഡിനോമിനേറ്റർ n ആക്കുന്ന രീതിയിലേക്ക് ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ സമ്മേഷൻ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, താങ്ക് യു, ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ.